കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് തീർച്ചയായും കാലിക്കറ്റിനാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് കൾച്ചറാണ് തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മളെ കണ്ണൂരുള്ളത്. അവിടെ എങ്ങനെയായിരുന്നു തുടങ്ങിയത്? കാലിക്കറ്റ് വെച്ചടി മുന്നോട്ട് പോയത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം, ഒരു കോൺഫിഡന്റ് വന്നു. കാരണം നമ്മള് ആദ്യം ചിന്തിച്ചത് ഇത് മാറ്റിയെടുക്കണം, നമ്മളെ മനസ്സിൽ അതാണ് ഉള്ളത്. അപ്പം മാറ്റം വരുമ്പോഴുള്ള ഒരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കണ്ണൂർ തുടങ്ങിക്കൂടാന്നുള്ളൊരു ചിന്ത വരികയും കണ്ണൂർ ഞാൻ അവിടുത്തെ കുറെ ബിസിനസ് ഓണേഴ്സിനെ ബന്ധപ്പെടുകയും ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രാഞ്ചൈസി എടുക്കൂ, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവര് അതിന് യാതൊരു ഇൻട്രസ്റ്റും കാണിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോടാ. അങ്ങനെയാണ് കണ്ണൂരിലേക്ക് നമ്മൾ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് പോകുന്നത്. 4 മാസം അവിടെ പൂട്ടിയിരുന്ന ആ സമയത്ത് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അവരെ നമ്മൾ ഓൺലൈനിലാണ് കോച്ച് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആ കോവിഡ് കാലഘട്ടത്തിന് 5-6 ചാപ്റ്റർ നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവർ കണ്ടുകൊണ്ടിരുന്നത് കാലിക്കറ്റാണ്. കാലിക്കറ്റിൽ അറിയപ്പെടുന്ന ബ്രാൻഡായിട്ടുള്ള എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് പോലും എല്ലാവരും പൂട്ടി നിന്നിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, നാളെ ജീവിതമുണ്ടോ, ബിസിനസ് ഉണ്ടോ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ ആഴ്ച മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. പരസ്പരം സഹായിക്കുന്നുണ്ട്. ഓക്സിജൻ വേണ്ടവർക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അടിസ്ഥാനപരമായിട്ട് ബിസിനസിന് അപ്പുറത്ത് ഒരു സ്നേഹബന്ധമുണ്ട്, എല്ലാത്തിനും ഒരു സഹായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ണൂരിന് അതൊരു അടുത്ത ഇത് നോക്കും. എന്നും കണ്ണൂര് കാലിക്കറ്റിനെ കണ്ടുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇതും കൂടെ BNA കണ്ടുകൊണ്ട് കൂടെ കാലിക്കറ്റിനെ കണ്ട് ഡബിൾ സ്പീഡിലാണ് കണ്ണൂർ വളർന്നത്.